മിക്സഡിമ കോമ. മിക്സഡിമ കോമ ഒരു സിവിയർ ഡിസോർഡർ ആണ്. ഹൈപ്പോതൈറോയിഡിസത്തിന്റെ കോംപ്ലിക്കേഷൻ എന്നോ അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ലോ ഓഫ് തൈറോയിഡ് ഹോർമോൺ പ്രൊഡക്ഷൻ എന്നോ നമുക്ക് പറയാം. T3 T4ന്റെ പ്രൊഡക്ഷൻ പെർസിസ്റ്റന്റ്ലി ലോ ആയി പോകുന്ന ഒരു കണ്ടീഷൻ. മിക്സഡിമ കോമ എങ്ങനെയാണ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടുന്നത്? അക്യൂട്ട് ഇൽനെസ് കൊണ്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാം. സഡൻ ആയിട്ട് തൈറോയിഡ് മെഡിക്കേഷൻ എടുക്കുന്നത് നിർത്തിയാൽ അല്ലെങ്കിൽ റാപ്പിഡ് വിഡ്രോവൽ ഓഫ് ദി തൈറോയിഡ് മെഡിക്കേഷൻ, അനസ്തേഷ്യയുടെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ, എനി സർജിക്കൽ പ്രൊസീജിയേഴ്സിലുള്ള അനസ്തേഷ്യയിലുള്ള കോംപ്ലിക്കേഷൻസ്, സെഡേഷന്റെ ഓവർഡോസ്, ഓപ്പിയോയിഡ് ഡ്രഗ്സിന്റെ ഓവർഡോസ്, അല്ലെങ്കിൽ ഹൈപ്പോതെർമിയ. മിക്സഡിമ കോമയിൽ മെയിൻ ആയിട്ട് വരുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം കുറയുന്നു, ടെമ്പറേച്ചർ കുറയുന്നു, ബ്ലഡ് പ്രഷർ കുറയുന്നു, ഹാർട്ട് റേറ്റ് കുറയുന്നു, ബ്ലഡ് ഷുഗർ കുറയുന്നു. ഈ 5 സാധനങ്ങൾ കുറയുന്നു. ഹൈപ്പോടെൻഷൻ, ബ്രാഡികാർഡിയ, ഹൈപ്പോതെർമിയ, ഹൈപ്പോനട്രീമിയ, ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ ഈ 5 എണ്ണത്തിനുമുള്ള മാനേജ്മെന്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൂടാതെ ഹൈപ്പോതൈറോയിഡിസത്തിൽ നിങ്ങൾ കണ്ട സൈൻസ് ആൻഡ് സിംറ്റംസ്, ജനറലൈസ്ഡ് എഡിമ, എസ്പെഷ്യലി പെരി ഓർബിറ്റൽ ഏരിയയിൽ എഡിമ ഉണ്ടാവുക. ജനറലൈസ്ഡ് എഡിമ മെയിൻലി സെറിബ്രൽ എഡിമ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സോഡിയം കുറയുന്നു, ADHന്റെ പ്രവർത്തനങ്ങൾ കുറയുന്നു, ഫ്ലൂയിഡ് അക്കുമുലേഷൻ ആകാനുള്ള സാധ്യത, അത് സെറിബ്രത്തിലും ഫ്ലൂയിഡ് അക്കുമുലേഷൻ, സെറിബ്രൽ എഡിമ ഉണ്ടാകാനുള്ള സാധ്യത. പേഷ്യന്റിന് കൺഫ്യൂഷൻസ് ഉണ്ടാകാം, മെന്റൽ സ്റ്റാറ്റസ് ആൾട്രേഷൻസ് ഇൻ ദ മെന്റൽ സ്റ്റാറ്റസ് ഉണ്ടാകാം. ഇത് രണ്ടിനും മെയിൻ ആയിട്ടുള്ള കാരണം ADHന്റെ പ്രവർത്തനം കുറയുന്നത് മൂലം സെറിബ്രൽ എഡിമ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിന്റെ രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയത്തിന്റെ അളവ് എക്സസീവ്ലി കുറയുന്നത് മൂലം അത് കൺഫ്യൂഷനും ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസും ഉണ്ടാക്കാം. ഈ ആൾട്ടേർഡ് മെന്റൽ സ്റ്റാറ്റസും കൺഫ്യൂഷനും മൂലം പേഷ്യന്റിന്റെ സോളോയിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യാം. സോളോയിങ് പാറ്റേൺ അല്ലെങ്കിൽ ഫാരിഞ്ചിയലിലുള്ള അല്ലെങ്കിൽ റെസ്പിറേറ്ററി മസിൽസിലുള്ള ആ ഒരു പ്രവർത്തനത്തിനെ അത് അഫക്റ്റ് ചെയ്യാം. ദാറ്റ് ഇറ്റ്സ് ലീഡ്സ് ടു ആസ്പിറേഷൻ റിസ്ക്. അതുകൊണ്ടാണ് പേഷ്യന്റിന് ആസ്പിറേഷൻ റിസ്ക്, മിക്സഡിമ കോമയിലുള്ള പേഷ്യന്റിന് ആസ്പിറേഷൻ റിസ്ക് കൂടുതലാണ്. മാനേജ്മെന്റിലേക്ക് വരുമ്പോഴത്തേക്കിന് മെയിൻലി എയർവേ മാനേജ്മെന്റ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ മസിൽസിനുള്ള വ്യത്യാസം, അതിന്റെ പാറ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതായി വരുന്ന സന്ദർഭങ്ങളിൽ സിവിയാരിറ്റി അനുസരിച്ച് എയർവേക്കുള്ള മാനേജ്മെന്റ് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ സിംറ്റംസിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സോഡിയം കുറയുന്നു, സോഡിയത്തിന് നമ്മൾ നോർമൽ സലൈൻ അഡ്മിനിസ്റ്റർ ചെയ്യാം. 0.9% നോർമൽ സലൈൻ അഡ്മിനിസ്റ്റർ ചെയ്യാം. അക്കോർഡിംഗ് ടു ദി സോഡിയം ലെവൽ നമുക്ക് ഹൈപ്പർടോണിക് എന്ന് പറഞ്ഞാൽ 3% ഓഫ് ദി നോർമൽ സലൈനും അഡ്മിനിസ്റ്റർ ചെയ്യാം. ഗ്ലൂക്കോസിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് IV ഗ്ലൂക്കോസ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. പിന്നീട് ലിവോതൈറോക്സിൻ, തൈറോയ്ഡ് ഹോർമോൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് IV ലിവോതൈറോക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യണം. ആസ്പിറേഷനുള്ള പ്രിക്കോഷൻസ് കൊടുക്കുക. പിന്നീട് നോർമൽ നഴ്സിംഗ് അസസ്മെന്റ് ഓൾവേസ് ചെയ്യുന്നത് പോലെ തന്നെ പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസ്, ഇലക്ട്രോലൈറ്റ്സ് ലെവൽ, മെന്റൽ സ്റ്റാറ്റസ്, GCS ലെവൽ ഇതെല്ലാം അസസ് ചെയ്യും.